ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം നാളെയാണ് നടക്കുക. നാളെ രാവിലെ 8 മണിക്കും 8:45 ഇടയിൽ ഈ പരീക്ഷണം നടക്കും. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ ഡോക്കിംഗ് പരീക്ഷണം നിയന്ത്രിക്കും. മുഹമ്മദ് റഹീസ് ചെന്നൈ നിന്ന് വിവരങ്ങൾ നേരുന്നു. ഒരുപക്ഷെ ഇത് വിജയിക്കുകയാണെങ്കിൽ ഇത് നേടുന്ന ഈ സാങ്കേതിക സാധ്യത വിജയം നേടുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും എന്നുള്ളതാണ് ഈ പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുകൂടി പ്രേക്ഷകർ തിരിച്ചറിയുക. റഹീസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് റഹീസ്. വളരെ എനിക്ക് തോന്നുന്നത് നമുക്ക് വലിയ അഭിമാനകരമായ നേട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഡോക്കിംഗ് ടെക്നോളജി പറയൂ. എസ്കെൻ, വളരെ വലിയ അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്കാണ് ഇന്ത്യ നാളെ കടക്കാൻ പോകുന്നത്. നമ്മളൊക്കെയും വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാരണം സ്പേസ് ഡോക്കിംഗ്, ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ യോജിപ്പിക്കുക എന്നുള്ളത് 3 രാജ്യങ്ങൾക്ക് മാത്രം സാധ്യമായിട്ടുള്ള ഒന്നാണ്. അതിലേക്കാണ് ISRO കണ്ണുവെക്കുന്നത്. കഴിഞ്ഞ 30-ാം തീയതിയാണ് ഇത്തരത്തിൽ 2 പേടകങ്ങളെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത്. അത് PSLV C-60 സ്പേഡസ് മിഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ 2 പേടകങ്ങളെ ഉപഗ്രഹത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം ഓരോ ദിവസവും ഇത് കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2 ദിവസം മുൻപാണ് ഈ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ഇന്ത്യ ISRO നടത്തും എന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ ഉപഗ്രഹങ്ങൾ കൃത്യമായി ഭ്രമണപഥത്തിന് അടുത്തേക്ക് എത്തിയിട്ടില്ല. അത് ഈ ഭ്രമണപഥത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ഡിസ്റ്റർബൻസും ഈ ഒരു എക്സ്പെരിമെന്റിനെ ബാധിക്കും. അതുകൊണ്ടാണ് നാളെ രാവിലത്തേക്ക് ഈ ഒരു സ്പേസ് ഡോക്കിംഗ് മാറ്റിവെച്ചത്. ISRO അറിയിക്കുന്ന സമയം അനുസരിച്ചാണെങ്കിൽ 8 മണിക്കും 8:45 ഇടയിൽ ആ ചരിത്ര ദൗത്യം നടത്താൻ കഴിയും എന്നാണ് പറയുന്നത്. ഇതുവരെയും യാതൊരു പ്രശ്നങ്ങളും, വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുവരെയും നേരിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ ഈ ദൗത്യം നടപ്പിലാകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പുമാണ്. ഒരു ചൈനയും അല്ലെങ്കിൽ റഷ്യയും ഒക്കെ മാത്രം ഇങ്ങനെ നേടിയിട്ടുള്ള ഒരു വലിയ ദൗത്യം, അത് ISRO മുന്നോട്ട് വെച്ച് കൃത്യമായി പരീക്ഷണങ്ങൾ, ഓരോ ചെറു പരീക്ഷണങ്ങളും വിജയിപ്പിച്ച് ഇതിന്റെ ദൗത്യമായി മുന്നോട്ട് വെച്ച പേലോഡുകൾ, അതായത് യന്ത്രക്കൈ, മാലിന്യം നീക്കുന്ന യന്ത്രക്കൈ, ഒപ്പം തന്നെ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുക, ഇതൊക്കെയും നേടിയെടുത്ത് അതിന്റെ ഒരു ചാരിതാർത്ഥ്യത്തോടെ നിൽക്കുന്ന സമയത്താണ് ഈ സ്പേസ് ഡോക്കിങ്ങിന് കൂടി വേണ്ടി ഇന്ത്യ മുന്നോട്ട് വരുന്നത്. എന്തായാലും ഇസ്ട്രാക്കിൽ വെച്ചിട്ടാണ്, ബംഗളൂരുവിലെ സെന്ററിൽ വെച്ചിട്ടാണ് ഓരോ നീക്കങ്ങളും വിലയിരുത്തുന്നത്. നാളെ നമ്മളും അവിടെ നിന്ന് കൃത്യമായി ഓരോ വിവരങ്ങളും പ്രേക്ഷകർക്ക് ലഭ്യമാക്കും. SKN. താങ്ക് യു റഹീസ്.